ചരിത്രമുറങ്ങുന്ന മലപ്പുറം ജില്ലയിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കാളികാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പട്ടണത്തിന് സമീപം മേലാക്കം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഞ്ചേരി ടൗണിൽ നിന്നും നിലമ്പൂർ റൂട്ടിൽ ഏതാണ്ട് 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. തീവണ്ടി മാർഗം വരുന്ന ഭക്തർക്ക് അടുത്തുള്ള സ്റ്റേഷനായ നിലമ്പൂരിലിറങ്ങി റോഡ് മാർഗം കാളികാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യ കഥകളിൽ ഒന്ന് ഇപ്രകാരമാണ്. ഒരു ബ്രാഹ്മണനാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നാണ് ഐതിഹ്യം. മുൻപ് ഇവിടെ ഒരു ശാസ്താക്ഷേത്രമുണ്ടായിരുന്നു. അക്കാലത്ത് ഒരു ദിവസം തളിപ്പറമ്പിൽ നിന്നും ഒരു നമ്പൂതിരി കാൽനടയായി മഞ്ചേരിയിലെ ക്ഷേത്രത്തിലേക്ക് വരവേ മേലാക്കം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ കണ്ട കുറച്ച് ആളുകളോട് താനൊരു വഴിപോക്കനാണെന്നും കുളിച്ച് സന്ധ്യാവന്ദനം നടത്താൻ പറ്റിയ ക്ഷേത്രം വല്ലതും അടുത്തുണ്ടോ എന്നും അന്വേഷിച്ചു. അവിടെ നിന്നും 1/2 കിലോമീറ്റർ പോയാൽ ഒരു സ്ഥലമുണ്ടെന്നും അവിടെ ചെന്ന് കാളി എന്ന് 3 പ്രാവശ്യം വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് അവർ അദ്ദേഹത്തെ യാത്രയാക്കി. ഇത് കേട്ട ആ ബ്രാഹ്മണൻ പ്രസ്തുത സ്ഥലത്തെത്തി കാളി എന്ന് 3 പ്രാവശ്യം വിളിച്ചു. ഇത് കേട്ട മാത്രയിൽ ഒരു സ്ത്രീ അദ്ദേഹത്തിന് അരികിലേക്ക് എത്തുകയും സന്ധ്യാവന്ദനം കഴിഞ്ഞു വന്ന ബ്രാഹ്മണന് ഭക്ഷണം നൽകുകയും ഉറങ്ങാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. പിറ്റേന്ന് പ്രഭാതത്തിൽ കുടിയും തേവാരവും കഴിഞ്ഞ് ബ്രാഹ്മണൻ അവിടെ നിന്ന് പോകുകയും ചെയ്തു. വളരെ നാളുകൾക്ക് ശേഷം ബ്രാഹ്മണൻ ഈ ദേശത്തേക്ക് മടങ്ങിയെത്തി. ദേവീ ദർശനമാണ് തനിക്കുണ്ടായതെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പിൽക്കാലത്ത് ഇവിടെ ക്ഷേത്രം പണിയിക്കുകയായിരുന്നുവെന്നാണ് ഐതിഹ്യം. കിഴക്കോട്ട് ദർശനമായാണ് ശ്രീ ഭദ്രകാളി ഇവിടെ കുടികൊള്ളുന്നത്. സ്വയംഭൂവായ ദേവിക്ക് മാതൃഭാവമാണ്. ദിവസേന 3 പൂജയാണ് ക്ഷേത്രത്തിൽ നടന്നുവരുന്നത്. കളംപാട്ടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ആണ്ടിൽ 10 ദിവസം ഒഴികെ എല്ലാ ദിവസവും കളംപാട്ടുള്ള ഏക ക്ഷേത്രമാണ് കാളികാവ്. കൈവിരലുകളാൽ ദേവീദേവന്മാരുടെ രൂപങ്ങൾ നിലത്തു വരയ്ക്കുന്ന രീതിയാണ് കളമെഴുത്ത്. 5 നിറങ്ങളുള്ള പൊടി മാറി മാറി വിതറി ഇഷ്ടദേവരൂപങ്ങൾ ചിത്രീകരിക്കുന്ന ഈ അനുഷ്ഠാന കല കുലവൃത്തിയായി സ്വീകരിച്ചിരിക്കുന്നത് കുറുപ്പന്മാരാണ്.
അഭീഷ്ടകാര്യസിദ്ധിക്കായി ഭക്തർ നടത്തിപ്പോരുന്ന ഉദയാസ്തമന പൂജയാണ് കാളികാവ് ക്ഷേത്രത്തിലെ മറ്റൊരു വഴിപാട്. ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി, നവരാത്രി, ഭരണി തുടങ്ങിയ നാളുകളിൽ കാളികാവ് ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണെന്നാണ് വിശ്വാസം. കുംഭമാസത്തിലെ പൂയം നാൾ പ്രതിഷ്ഠാദിനമായും കർക്കിടക മാസം രാമായണ മാസമായും ആചരിച്ചു വരുന്നു. കർക്കിടക മാസത്തിൽ 12 ദിവസം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകളും മഹാഗണപതി ഹോമവും നടന്നുവരുന്നു. മുഖ്യദേവതയായ ശ്രീഭദ്രകാളിക്കൊപ്പം 4 അമ്പലത്തിന് പുറത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി അയ്യപ്പനും കിഴക്കോട്ട് ദർശനമായി ഗണപതിയും സ്ഥിതി ചെയ്യുന്നു. കാളികാവ് ക്ഷേത്രത്തിലെത്തി ശ്രീഭദ്രകാളിയുടെ അനുഗ്രഹം നേടി മടങ്ങുന്ന ഭക്തർക്ക് ചെന്നെത്താവുന്ന സമീപ പ്രദേശത്തെ ഒരു പ്രധാന ക്ഷേത്രമാണ് മഞ്ചേരി കരിക്കാട് ശ്രീ സുബ്രഹ്മണ്യ ധർമ്മശാസ്താ ക്ഷേത്രം.